കനത്ത പോരാട്ടം തന്നെയാണ് ഇത്തവണ നടന്നത്. തരൂർ നന്നായി ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ടാണല്ലോ പലതവണ ഫലം മാറി മറിയുന്നത്. 2019 തുടർച്ചയാണ് 2024 ഫലം ഉണ്ടായിട്ടുള്ളതെങ്കിലും വലിയ പോരാട്ടം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. BJP-യിൽ നേരത്തെ പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്തിന് അത്ര സുപരിചിതനല്ല എന്ന് മാത്രമല്ല BJP പ്രവർത്തകർക്കിടയിൽ പോലും അങ്ങനെയല്ല. അപ്പോൾ കുമ്മനം ഒക്കെ രാജഗോപാലം ഉണ്ടായതിനേക്കാൾ ശക്തമായ മത്സരത്തിലേക്ക് അത് എത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. BJP ശക്തി കേന്ദ്രങ്ങളിൽ സ്വാധീനം നിലനിർത്താൻ സാധിച്ചതിന് പുറമെ തീരദേശത്തേക്കും രാജീവ് ചന്ദ്രശേഖരൻ എത്താൻ പറ്റി. അവിടെയും വോട്ട് കൂട്ടിയിട്ടുണ്ട് BJP. 2014 രാജഗോപാലിന് പോലും സാധിക്കാത്ത കാര്യമാണ് കോവളത്തെ വോട്ട് വർധന എന്നുള്ളതാണ്. കുമ്മനം രാജശേഖരനെ കളത്തിലിറക്കി മണ്ഡലം പിടിക്കാൻ അന്ന് ശ്രമിച്ചെങ്കിൽ തരൂരിന് അത് 2019 തടയിടാൻ സാധിച്ചിരുന്നില്ല. അന്ന് ഏകപക്ഷീയമായ വിജയമാണ് തരൂരിന് ലഭിച്ചത്. 2024 തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം മൊത്തമായി തന്നെ മാറുകയാണ്. കോവളത്ത് 64,042 വോട്ടുകൾ തരൂർ നേടിയപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് 36,136 വോട്ടുകൾ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തരൂരിൻ്റെ ലീഡ് അവിടെ 27,906 വോട്ടുകളായി കുറഞ്ഞിരിക്കുന്നു. തീരമേഖലയിൽ നഗരമേഖലകളിൽ ജില്ലയിൽ പാർട്ടി സംവിധാനം ശക്തമായി തന്നെ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. തരൂർ എല്ലായിടത്തും ആ ഭാഗത്ത് പോയിരുന്നു. തീരദേശ മേഖലയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നത് തരൂർ വിറയ്ക്കാനുള്ള ഒരു കാരണം വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം സമരകാലത്ത് അദ്ദേഹം അവിടെ പോയിരുന്നില്ല എന്നൊരു വലിയ പരാതി സഭയ്ക്കുണ്ടായിരുന്നു, ലാറ്റിൻ സഭയ്ക്കുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് പരിഹരിക്കാൻ നന്നായി കോൺഗ്രസ് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആ പരിഹാരം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇത്തവണ ആ വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. നെയ്യാറ്റിൻകര ഒഴികെ എല്ലായിടത്തും തരൂരിൻ്റെ ലീഡ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തരൂർ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കോൺഗ്രസും നഗരമേഖലയിൽ ആണ് തരൂർ ലീഡ് പിടിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് BJP-യുടെ പ്രതീക്ഷ തകർന്നത്. ഒരു അവസാന ഘട്ടം വരെയും BJP നല്ല പ്രതീക്ഷ തന്നെയാണല്ലോ തിരുവനന്തപുരത്തിൽ വെച്ചിരുന്നത്. അപ്പോൾ അവിടെ നഗരമേഖലയിലാണ് ഈ വോട്ട് പെട്ടെന്ന് അവസാന ഘട്ടമായപ്പോഴേക്കും തരൂർ പിടിച്ചത്. തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ ഇടതിന് വോട്ട് കൂടുതലാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ CPI ഇടത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും അപ്പോൾ പിന്നാക്കം പോയി 3-ാം സ്ഥാനം എന്നുള്ളത് നിലനിർത്തുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇപ്പോൾ പന്ന്യൻ തുടക്ക സമയത്ത് തന്നെ പ്രചാരണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു പണമൊഴുക്കുന്നു, അപ്പുറത്ത് 2 കൂട്ടരും പണമൊഴുക്കുന്നു, ഇനി ഞാനൊരു പാവപ്പെട്ട സ്ഥാനാർത്ഥിയാണല്ലോ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്. പാവപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് മാത്രമല്ല സംഘടനാ സംവിധാനവും മൊത്തമായിട്ട് തന്നെ ആറ്റിങ്ങിലേക്ക് പോകുന്ന ചിത്രവും നമ്മൾ കണ്ടതാണ്. അവസാന ഘട്ടമൊക്കെ ആയപ്പോഴേക്കാണ് പന്ന്യന് അവിടെ ഒരു പ്രചാരണത്തിന് തന്നെ സംഘടനാ സംവിധാനം ശക്തമായി വന്നിട്ടുള്ള എന്നുള്ള കാര്യം ആ ഒരു പരാതി CPI ഉന്നയിക്കുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ LDF-ലെ ചർച്ചയിൽ തന്നെ വരാൻ പോകുന്നൊരു വിഷയമാണ്.